മോക്ക് ടെസ്റ്റ് 14 സിറാഖ് ചാപ്റ്റർ 47. ചോദ്യം 1. ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? നാഥാൻ, ഏലിയ, സാമുവൽ. 2. ദാവീദ് ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ ആരുടെ കൂടെ കളിച്ചു? സിംഹങ്ങളുടെ കൂടെ, മാനിൻ്റെ കൂടെ, കരടികളുടെ കൂടെ. 3. ദാവീദ് തൻ്റെ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർന്നത്? ജോനാഥൻ്റെ, സാവൂളിൻ്റെ, ഗോലിയാത്തിൻ്റെ. 4. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചത് ആരെയാണ്? ഗോലിയാത്തിനെ, ദാവീദിനെ, സോളമനെ. 5. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനമാലപിക്കാൻ ദാവീദ് നിയോഗിച്ചതാരെ? കിന്നരം മീട്ടുകാരെ, ഗായക സംഘത്തെ, സ്തുതിഗീതകരെ. 6. ദാവീദിന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും നൽകിയത് എങ്ങനെ? ഉടമ്പടി വഴി, നിയമം വഴി, പ്രവചനം വഴി. 7. യൗവനത്തിൽ തന്നെ ജ്ഞാനിയും വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകിയതും ആർക്ക്? ദാവീദിന്, സോളമന്, സാമുവലിന്. 8. സോളമൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ലോകത്തെ എന്തുകൊണ്ട് നിറച്ചു എന്നാണ് 15-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉപമകളും സൂക്തങ്ങളും കൊണ്ട്, ഉപമകളും സുഭാഷിതങ്ങളും കൊണ്ട്, സുഭാഷിതങ്ങളും പ്രവചനങ്ങളും കൊണ്ട്. 9. സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്ത്? സ്വർണം, വെള്ളി, കുന്തുരുക്കം. 10. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു ഡാഷ് അവശേഷിപ്പിച്ചു, കുഞ്ഞാടിനെയും സന്തതിയെയും പിൻഗാമിയെയും. 11. സോളമന്റെ പുത്രന്റെ പേര് ഹെസക്കിയ, ഫിനെഹാസ്, റഹോബോവാം. 12. ജറോബോവാമിന്റെ പിതാവിന്റെ പേര് ദാവീദ്, നെബാത്ത്, യേശയ. ഉത്തരങ്ങൾ: 1. നാഥാൻ. 2. കരടികളോട്. 3. ഗോലിയാത്തിൻ്റെ. 4. ദാവീദിന്. 5. ഗായക സംഘത്തെ. 6. ഉടമ്പടി വഴി. 7. സോളമന്. 8. ഉപമകളും സൂക്തങ്ങളും കൊണ്ട്. 9. സ്വർണം. 10. സന്തതിയെയും. 11. റഹോബോവാം. 12. നെബാത്ത്.